പാർത്ഥ, കുറച്ച് നാളുകൾക്ക് മുൻപ് പൃഥ്വിരാജിനോടൊരു അഭിമുഖത്തിൽ ഒരാൾ ചോദിച്ചു, ഒരു അവതാരകൻ ചോദിച്ചു, ബാഹുബലി, KGF പോലുള്ള സിനിമകളൊന്നും നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു, 100% ഉറപ്പാണ് അത്തരത്തിലുള്ള സിനിമകൾ മലയാള സിനിമയിൽ വരിക തന്നെ ചെയ്യും. ഇപ്പോൾ വന്നിരിക്കുന്നു മാർക്കോ വേറെ ലെവലാണ്, ജാതി വയലൻസ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ മാർക്കോയെ പുകഴ്ത്തുകയാണ്. പ്രത്യേകിച്ച് ജഗദീഷിൻ്റെ അഭിനയമൊക്കെ ഒരിക്കലും മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്കൊക്കെ ജഗദീഷ് അഭിനയ മേഖലയിലേക്ക് വളർന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ ഒരു തിരിച്ചുവരവ്, അടിച്ചമർത്താൻ അല്ലെങ്കിൽ അടിച്ചൊതുക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിലേക്ക് വിജയശ്രീലാളിതനായുള്ള ഉണ്ണിയുടെ വരവ്, അതൊക്കെ നമുക്ക് ആ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും, ഇപ്പോൾ അശ്വന്ത് കോക്ക് ഉൾപ്പെടെ ഈ സിനിമ റിവ്യൂ പറയുന്നവരെല്ലാം മികച്ച അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച് പറയുന്നത്. കാണുന്ന കാണികളും പ്രേക്ഷകരും ഒക്കെ മികച്ച അഭിപ്രായം തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരാൾക്കതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സീക്രട്ട് ഏജൻ്റ് എന്ന സായി കൃഷ്ണ, കാറിനകത്തിരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സായി കൃഷ്ണ, പ്രത്യേകിച്ച് സായി കൃഷ്ണ ഉണ്ണാമുന്തനും തമ്മിലുള്ള ഒരു പ്രശ്നമൊക്കെ നമുക്കറിയാം മാളികപ്പുറം സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പക്ഷേ സായി കൃഷ്ണ പറയുന്നത് ഫ്രഷ് അല്ല എന്നാണ് പറയുന്നത്. വയലൻസ് മാറ്റി നിർത്തിയാൽ അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. വയലൻസ് ആണോ ആ സിനിമയുടെ മെയിൻ എന്നുള്ളത് ആ പൊട്ടൻ ആരാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ഈ കാര്യത്തിൽ എന്താ പറയുക, സിനിമ ഒരു ആവറേജ് സിനിമ മാത്രമാണ്. അതായത് മാർക്കോ ഒരു ആവറേജ് സിനിമയാണ്. ഫ്രഷ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ആ സിനിമയ്ക്കകത്തില്ല. പിന്നെ മാത്രമല്ല, സായി പറഞ്ഞതുപോലെ കുട്ടികളെയും കൂട്ടിപ്പോയിട്ട് സിനിമ കാണാൻ പാടില്ലാത്ത സിനിമയാണ്. പിന്നെ കുട്ടികളെ കൂട്ടി പോകുന്നതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എന്ന് പറയുന്നത് കുറേ അടി ഉണ്ട്, കുറേ ക്രൂരത കാണിക്കുന്നുണ്ട്. പിന്നെ അതിലപ്പുറത്തേക്ക് ഒരു എലമെൻറ്റ്, അതായത് കണ്ടൻറ്റ് എന്താണ് യഥാർത്ഥത്തിൽ മാർക്കോയിലുള്ളത്, ഇതാണ് ചോദ്യം വരുന്നത്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഞാനിങ്ങനെ ഗൗരവത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത്രയൊക്കെ സീരിയസ് ആയി പിടിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇത്രയൊക്കെ സീരിയസ് ആയി പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഈ പറയുന്ന സായി കൃഷ്ണ എന്ന് പറയുന്ന മഹാൻ പറയാണ്, കുട്ടികളെ കാണിക്കുന്നതിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുഹൃത്ത് പറയാണ്, കുട്ടികളെ കാണിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണിച്ചില്ല. എടോ മണ്ട, എ സർട്ടിഫിക്കറ്റ് കിട്ടിയൊരു പടത്തിൽ കുട്ടികളെ കയറ്റാൻ പറ്റില്ല. അതാദ്യം ഇവർ മനസ്സിലാക്കുക. മലയാള സിനിമയ്ക്കകത്ത് ഈ കാമ്പുള്ള വളരെ മികച്ച, അതായത് ഈ MT വാസുദേവൻ നായരൊക്കെ കഥ എഴുതി പിന്നെ കുറേ സിനിമകളുണ്ട്. ഈ വിഗ്രഹത്തിന് മുകളിൽ തുപ്പുന്ന ഒരു സിനിമയുണ്ട്, സിനിമയുടെ പേരൊക്കെ എന്നോട് മറന്നുപോയി. അത്തരത്തിലുള്ള ഒരു സിനിമയല്ല മാർക്കോ. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. മാർക്കോ എന്ന് പറയുന്നത് പുതിയ കാലത്തിനനുസരിച്ച് ഒരു KGF മോഡലിലുള്ള, ഒരു സലാർ മോഡലിലുള്ള ഒരു സിനിമ മലയാളത്തിൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിലെ കാമ്പും, അതെ, ഒരുങ്ങി കഴിഞ്ഞു, പ്രേക്ഷകർ ഏറ്റെടുത്തു, പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു. അതിനുള്ളിലുള്ള കാമ്പും ആ സിനിമയുടെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയിരിക്കുകയാണ് സായിക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. സായിക്ക് ഉണ്ണി മൂന്തനുമായിട്ട് വലിയ പ്രശ്നമുണ്ട്. ഉണ്ണി മൂന്തനോട് നല്ല തെറി കേട്ടിട്ടുണ്ട്, കട്ട തെറി കേട്ടിട്ടുണ്ട്. ആ തെറി കേട്ടതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ചൊരുക്കും, അത് കിട്ടിയതിൻ്റെ അടിയുണ്ടല്ലോ, ആ തെറി പറഞ്ഞ് നമുക്കൊരാൾ ആഘാതം ഏൽപ്പിക്കാൻ കഴിയും. അത് ഇതുവരെ ഓർമ്മയിൽ നിന്ന് വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളി വളരെ സങ്കടത്തോടുകൂടി, ഉള്ളിൽ പറയണമെന്നുണ്ട് ഈ സിനിമ മികച്ച സിനിമയാണെന്ന്, പക്ഷേ അത് പുറമെ കാണിക്കാതെ ധർമ്മസങ്കടത്തിലായിരുന്നു കൊണ്ട് ഈ പറയുന്ന സായി പറയുകയാണ്, ഈ സിനിമ ഒരു ആവറേജ് സിനിമയൊക്കെയാണ്. എനിക്ക് അത്ര വലിയ ഇതൊന്നും തോന്നിയില്ല. അല്ല, ഉണ്ണി മുതൽ ഇയാളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് കാല് പിടിച്ചു, ഒന്ന് പോയി ആ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇയാൾക്ക് പിന്നെ ആ സിനിമ വേണമെങ്കിൽ കണ്ടാൽ മതിയല്ലോ. ഉണ്ണി മുതൽ ആരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ ആ സിനിമ കൊണ്ടെന്ന് അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞില്ലല്ലോ. എന്തായാലും സായിയുടെ ഈ പിന്നെ എന്താ പറയുക, ഇത്തരം ഈ മണ്ടത്തരങ്ങൾക്കൊക്കെ ശേഷം സായി ഇപ്പോൾ വൈറലാണ് യൂട്യൂബിൽ. അതായത് വൈറലാണല്ല, എയറിലാണ്. നാട്ടുകാർ എന്താ സിനിമയെ സ്നേഹിക്കുന്നവരും ഉണ്ണിമുന്തനെ സ്നേഹിക്കുന്നവരും നാട്ടുകാരും ട്രോളന്മാരും എല്ലാം കൂടെ എടുത്തിട്ട് ഉരുട്ടി വടിച്ചെടുക്കുകയാണ് സായി എന്നാണ്.
നല്ലതിനെ നല്ലതെന്ന് പറയണം. ഇവൻ ബിഗ് ബോസിൽ പോയപ്പോഴേ ഈ പുള്ളിക്കാരൻ ബിഗ് ബോസിൽ പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ സായി ആരാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ബിഗ് ബോസ് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതായത് അല്ല, അത് ഈ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ആളുകളെ വളരെ ബിംബങ്ങളായിട്ട് കാണും. ബിഗ് ബോസിലെത്തിയാൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. അതോടുകൂടി ആളുകളെ മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന സായി കൃഷ്ണൻ ബിഗ് ബോസിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല പുള്ളിക്ക് കാറിൽ നിന്നാൽ മാത്രമേ ഈ പറയുന്ന കണ്ടന്റ് ഇത് വരത്തുള്ളൂ, റിവ്യൂ വരത്തുള്ളൂ. അതെന്തോ ആട്ടെ, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം, നമുക്ക് അതിലൊന്നും പറയാനില്ല. പക്ഷേ ഒരു നല്ല സിനിമയെ, ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്കകത്ത് പിന്നെ കുറേ അധികം പിന്നെ കാറ്റഗറി സിനിമകളുണ്ട്. ഇത് ഒരു വലിയ വയലൻസ് സിനിമയാണ് എന്നും ഈ സിനിമയിൽ ആക്ഷനാണ് പ്രാധാന്യം എന്നുള്ളതും അതുപോലെ തന്നെ ഒരു എന്താണ് ആളുകളെ ത്രസിപ്പിക്കാനുള്ള സിനിമയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനിടയിൽ കൂടിയാണ് ഈ പറയുന്ന പോലെ എന്ത് പറയുന്നത്, ഈ സിനിമയിൽ വലിയ കണ്ടന്റ് ഇല്ല, ഈ സിനിമയിൽ അതില്ല, ഈ സിനിമയിൽ ആക്ഷനും കൊറിയോഗ്രഫി അതുപോലെ തന്നെ പിന്നെ എന്താണ് വയലൻസ് ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ വേറൊന്നുമില്ല. അതേ ഉള്ളൂ ആ സിനിമയ്ക്കകത്ത്. ആ സിനിമ ആളുകളോട് കാണാൻ പറയുന്നത് തന്നെ അത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഒഴിച്ചു നിർത്തിയ ഈ സിനിമയ്ക്കകത്ത് വേറൊന്നും ഇല്ലാതെ അതങ്ങനെ തന്നെയാണ്. മോഹൻലാലിന്റെ പുലിമുരുകനിൽ ആക്ഷനും ത്രില്ലിങ്ങും നല്ലൊരു പിന്നെ എന്താണ് എൻഡ്, അതായത് ക്ലൈമാക്സും ഒഴിച്ചു നിർത്തി ആ സിനിമയിൽ ഒന്നും ഇല്ലാന്നേ. പുലിയും ഉണ്ട്, അതൊന്നും വെച്ചാൽ ഒന്നുമില്ല. എടോ അതാണോ സിനിമ? ഇത് മനസ്സിലാക്കാത്ത ഒരാളോട് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക? ഉണ്ണി മൂന്തനോട് പേഴ്സണലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് സിനിമയെ വെച്ചല്ല തീർക്കേണ്ടത്. നിങ്ങൾക്ക് അല്ലാതെ തീർക്കാം. നിങ്ങൾക്ക് ഒരു ഉണ്ണി മൂന്തനെ പിന്നെ എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ ഉണ്ണി മൂന്തന്റെ അഭിനയത്തെ അതെ നിങ്ങൾക്ക് ആ സിനിമയിൽ വിലയിരുത്താം. പക്ഷെ അതിലും വിലയിരുത്താനുള്ള യോഗ്യത സായി കൃഷ്ണയ്ക്ക് ഉണ്ടെന്ന് എനിക്ക്. കാരണം ഉണ്ണി മൂന്തൻ എന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഉണ്ണിയെ നമ്മൾ സാധാരണ ഉണ്ണിക്ക് വയലൻസ് ഒക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചവർക്ക് മുന്നിലേക്ക് എനിക്കിതല്ല ഇതിനപ്പുറവും പറ്റും എന്ന് ഉണ്ണി മൂന്തൻ എന്ന് പറയുന്ന നടൻ കാണിച്ചു കൊടുക്കുകയാണ്. ചില പാർട്ടിയുടെയും മതത്തിൻ്റെ ഒക്കെ പേരിൽ ഉണ്ണിയെ മാറ്റി നിർത്തി, ഉണ്ണി മൂന്തൻ എന്ന നടനെ മാറ്റി നിർത്തിയവർക്കുള്ള ഉണ്ണി മൂന്തൻ്റെ മറുപടി കൂടിയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. അതിലപ്പുറം ജഗദീഷ് എന്ന് പറയുന്ന നടൻ്റെ നടന വൈഭവം എത്രത്തോളം ഉണ്ട് എന്ന് പിന്നെ ജഗദീഷ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പഴയ തലമുറയ്ക്ക് വലിയ അറിവില്ല. ജഗദീഷ് തമാശക്കാരൻ, കോമാളി വേഷങ്ങൾ അഭിനയിക്കുന്ന ഒരു നടൻ എന്നതിലപ്പുറം ജഗദീഷ് നായക നടനായിട്ട് ഒരുപാട് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആ ജഗദീഷിന്റെ നടന വൈഭവം എന്താണ് എന്ന് പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നു 100-ൽ 110 മാർക്ക് ജഗദീഷിന്റെ മാർക്കോ സിനിമയിൽ കൊടുക്കാം. ഉണ്ണിക്ക് 100-ൽ 100 കൊടുക്കുമ്പോൾ ജഗദീഷിന് ഒരുപക്ഷെ 100-ൽ 110 കൊടുക്കാൻ കഴിയും. കാരണം അത്രത്തോളം അഭിനയ മികവാണ് ജഗദീഷ് മാർക്കോയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തിറങ്ങിയ സിനിമകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സിനിമ തന്നെയാണ്. പലരും സിനിമ കണ്ട് ബോധം കെട്ട് വീഴുന്നു, അല്ലെങ്കിൽ സിനിമയെ കണ്ട് പലരും ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോഴും സിനിമ എന്ത് മെസ്സേജാണ് നൽകുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്ത് സന്ദേശമാണ് ഈ സിനിമ നൽകുന്നത്? സിനിമയെ സിനിമയായി കാണുമ്പോഴാണ് എല്ലാ സിനിമകൾക്കും സന്ദേശമൊന്നും നൽകാൻ പറ്റില്ല. സിനിമ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്. അത് നമ്മളെ ഒരു 2-3 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ മാർക്കോ കാണുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന ആഷിഖ് കപൂറിൻ്റെ സിനിമ കാണാൻ പോയിരുന്നു. ആ സിനിമ എന്ത് സന്ദേശമാണ് നൽകിയെന്ന് ചോദിച്ചാൽ ആ സിനിമയ്ക്ക് ഒരു സന്ദേശവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ സിനിമ എന്ന് പറയുന്നതിൻ്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക എന്നുള്ളതാണ്. അത്ര നന്നായിട്ട് അതിനെ ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായത്. കാരണം നമ്മളൊരു പണ്ട് പറയും പ്രിയദർശൻ സിനിമയിലെ പോലെ അടി പാട്ട് അങ്ങനെയല്ലേ പറയുന്നത്, എല്ലാ റൊമാൻസ് അടി എല്ലാം അടങ്ങിയ ഒരു പാക്കേജാണ്. അതുപോലെയാണ് റൈഫിൾ ക്ലബ്, എല്ലാം അടങ്ങിയ ഒരു പാക്കേജാണ് ആ സിനിമ. വാണി വിശ്വനാഥിൻ്റെ ഒക്കെ തിരിച്ചുവരവും അഭിനയവും ഒക്കെ വളരെ മികച്ചതായി. വിജയരാഘവൻ, ദിലീഷ് പോത്തനൊക്കെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് മക്കളെ എന്ന് പറയേണ്ടി വരും. അതുപോലത്തെ ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാ സിനിമകളിലും നമുക്കിപ്പോൾ വലിയ സന്ദേശം കിട്ടുമെന്നൊന്നും പറഞ്ഞിട്ടല്ല നമ്മളാരും സിനിമ കാണാൻ പോകുന്നത്. സിനിമയുടെ നിർമ്മാതാവ് ആരും നോക്കും, അഭിനേതാക്കൾ ആരും നോക്കും. ഇപ്പോൾ ചില ആളുകൾ റിവ്യൂസൊക്കെ പറയുന്നത് കേൾക്കും, എന്നിട്ട് അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ് എന്ന് പറഞ്ഞാണ് പോയിരുന്ന് കാണുന്നത്. ഈ KGF-ഉം ബാഹുബലിയൊക്കെ തരുന്ന സന്ദേശം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചോദിക്കാം. ഹരിയാണനെ അതൊന്നും പ്രശ്നമല്ല, ഹരിയാണൻ അതൊന്നും വിഷയമല്ല. അതുപോലെയാണ് നിങ്ങൾ കാണാത്തവർ തീർച്ചയായും മാർക്കോ വേറൊരു ലെവൽ സിനിമയാണ്.
വേറൊരു നമ്മൾ ഇന്ന് വരെ കാണാത്തത്ര വയലൻസ് ഉള്ള ഒരു സിനിമയാണ്. നമുക്ക് എന്താ പറയുക, നമ്മൾ കുറേ പേരുടെ അഭിനയം, ഇവർക്കൊക്കെ അഭിനയിക്കാൻ അറിയാമോ എന്ന് നമ്മൾ ചോദിച്ചിടത്ത് നിന്ന് അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ ഭാവങ്ങൾ അവർ നമുക്ക് മുന്നിലേക്ക് തുറന്നു കാട്ടപ്പെടുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ പറയുമ്പോൾ നിങ്ങൾ എന്താ പ്രമോഷൻ നടത്തുകയാണെന്നൊക്കെ ചോദിക്കുക. അല്ല, നല്ലതിനെ നല്ലതെന്ന് പറയാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഉണ്ണി മുകുന്ദൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകരെയിൽ നിന്നോ നിർമ്മാതാക്കളിൽ നിന്നോ പൈസ വാങ്ങിച്ചിട്ടോ ഒന്നുമല്ല നമ്മളൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കും. മോശമാണെങ്കിൽ തീർച്ചയായിട്ടും അത് മോശമെന്ന് തന്നെ പറയുക ചെയ്യും. ആ സിനിമ പ്രേക്ഷകർ പണം കൊടുത്ത് കാണാൻ പോയി നിങ്ങളുടെ പൈസ കളയരുതെന്ന് തന്നെ പറയും. പക്ഷേ ഇത് നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് അതിൻ്റെ കൃത്യമായ മൂല്യം നിങ്ങൾക്ക് ആ സിനിമയിൽ നിന്ന് തിരിച്ചു കിട്ടും. സന്ദേശവും മണ്ണാങ്കട്ടയൊന്നും ആ സിനിമയ്ക്കില്ല. ഒരു എൻ്റർടൈൻമെൻ്റാണ്, കണ്ടുകൊണ്ടിരിക്കാം. നമ്മളെ ഓരോ സെക്കൻഡും നമ്മളുടെ പിന്നെ എന്താ പറയുക, നമ്മളെ അടുത്ത ഘട്ടത്തിലേക്കൊരു അതിനൊരു വേർഡ് പറയുമല്ലോ, ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു മികച്ച ഉണ്ണി മുകുന്ദൻ ജഗദീഷ് കോംബോ സിനിമയാണ്. കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക. എന്തായാലും ഇത് പറയുന്ന അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരാൾ കൂടെയുണ്ട്, അനീഫ് ഹദേനി. അനീഫ് ഹദേനി എന്ന് പറയുന്ന ഈ സിനിമയുടെ സംവിധായകൻ. അദ്ദേഹം മികച്ച സിനിമകൾ മലയാളത്തിൽ സമ്മാനിച്ച മികച്ച വേറൊരു ജോണറിലുള്ള സിനിമകൾ, അതായത് ത്രില്ലിംഗ് സിനിമകൾ, ആക്ഷൻ സിനിമകൾ സമ്മാനിച്ച് ഏറ്റവും മനോഹരമായ ഒരു ആക്ഷൻ സിനിമ നമുക്ക് തന്നിരിക്കുന്ന അനീഫ് ഹദേനിയെ കുറിച്ച് കൂടി അദ്ദേഹത്തെ കൂടി പറയാതെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. അദ്ദേഹവും മികച്ച രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും സമാജം സ്റ്റാർ എന്ന് വിളിച്ച ആൾക്കാരെ കൊണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് വിളിപ്പിച്ച ഉണ്ണി മുകുന്ദനെ അഭിനന്ദിക്കാതിരിക്കാനും കഴിയില്ല. ചൊറിയുന്നുണ്ടെങ്കിൽ സായി നല്ല ചൊറിച്ചിലിനുള്ള ഓയിൽമെന്റ് വാങ്ങി പരട്ടുക, അത്ര മാത്രമേ പറയാനുള്ളൂ.